നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ പിണറായി വിജയൻ ഇഡി ആക്രമണ കേസിൽ പ്രതിയാകുമോ? ഇഡി ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്നും ഇതാണ് വ്യക്തമാവുന്നത്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷേഖ് 2024 ജാനുവരി 5 ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഇഡി ആക്രമണ കേസിന് സമാനമാണ് പിണറായി വിജയന്റെ വീടിന് സമീപം നടന്ന ആക്രമണവും. ഈ കേസിൽ ഷാജഹാനെ ഇഡി പ്രതിയാക്കി ജയിലിൽ അടച്ചു. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന CPMന്റെ മുതിർന്ന നേതാക്കളെ കൂടി പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അങ്ങനെ വന്നാൽ പ്രതി ചേർക്കാനുള്ള അനുമതി സ്വാഭാവികമായും കോടതി നൽകും. സ്വാഭാവികമായി സ്ഥലത്തുണ്ടായിരുന്ന പിണറായി വിജയൻ കൂടി പ്രതിയാവാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി ഒറ്റക്കെട്ടായി ഇത്തരം അനീതികളെ നേരിടണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസിന്റേതാണ് ഉത്തരവ്. ഇഡി പോലെയൊരു അന്വേഷണ ഏജൻസിക്ക് നേരെയുണ്ടായ ആക്രമണം ഗൗരവമുള്ളതാണെന്ന നിരീക്ഷണത്തോടെയാണ് ജാമ്യം തള്ളിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചട്ടങ്ങൾ പാലിച്ചല്ല. ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് പ്രതിഷേധം നടന്നത്. അതുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടിട്ടില്ല. സ്വകാര്യ വാഹനമായതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നിവയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ രേഖകളുമായി മടങ്ങി ഓഫീസിലെത്തുമ്പോഴാണ് കൃത്യനിർവഹണം പൂർത്തിയാകുന്നതെന്നും രേഖകളുമായി മടങ്ങിയ ഉദ്യോഗസ്ഥരെയാണ് ആയുധങ്ങളുമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി കോടതിയെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച വാഹനം പൊതുമുതലായാണ് നിയമത്തിൽ കണക്കാക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചു. യാതൊരു കാരണവുമില്ലാതെയാണ് പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പ്രതികളെയും മറ്റു പ്രതിഷേധക്കാരെയും ഭാവിയിൽ സമാനമായ പ്രവർത്തികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. അതിനാൽ ഇത്തരം കേസുകളിലെ ഇരകളെ സംരക്ഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഇഷ്ടികകൾ, കല്ലുകൾ, വടികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കാർ ഡ്രൈവറുടെ 2 കണ്ണുകൾക്ക് പരിക്കേറ്റു. ഇരകൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിന് നേരെ കോടതിക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. ഈ ആക്രമണത്തെ സംസ്ഥാനത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കാമെന്നും കോടതി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഹർജിക്കാർക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ മനോവീര്യം കെടുത്തുന്ന ഫലമുണ്ടാക്കും. നടന്നത് സംഘടിത രാഷ്ട്രീയ ആക്രമണമായിരുന്നു. കേസിൽ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. കൂടുതൽ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുമുണ്ട്. അതിനാൽ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കേസിൽ 6 പേരെ കൂടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPM നേതാവ് ചാല ഉണ്ണി, വിജയ് സിദ്ധാർത്ഥ്, ഷാജു, നിശാന്ത്, ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 25 പ്രതികളെ പലയിടത്തു നിന്നും അറസ്റ്റ് ചെയ്തതാണെന്നും പോലീസ് അവകാശപ്പെടുമ്പോൾ കീഴടങ്ങിയതാണെന്നാണ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത്. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ എല്ലാ പ്രതികളും CPM DYFI പ്രവർത്തകരാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയുള്ള 2 കേസുകളാണുള്ളത്. ED സംഘത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയും പരിക്കേറ്റ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ CPO രഞ്ജിത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന ഒരാൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച് 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചെന്നും ആദ്യ കേസിലെ FIRൽ പറയുന്നു. തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നും കേസുണ്ട്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വധശ്രമ കുറ്റം, 6 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന മറ്റു കുറ്റങ്ങൾ, ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, സായുധ കലാപം എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. വധശ്രമം ഒഴികെയുള്ള കുറ്റങ്ങൾ പോലീസുകാരനെതിരായ ആക്രമണത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനും മകൾ വീണ വിജയനും താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ED റെയ്ഡ്. പരിശോധന കഴിഞ്ഞ് വാഹനങ്ങളിൽ മടങ്ങിയ ഉദ്യോഗസ്ഥരെ പുറത്തു നിന്നിരുന്ന CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകളും തകർത്തു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം.
ഇതിനായുള്ള പട്ടിക പോലീസ് തയ്യാറാക്കി വരികയാണ്. അതേസമയം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് സമരത്തിനെത്തിയ പല പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസും CPM ഒത്തുകളിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ED റെയ്ഡിന്റെ കാര്യം അറിഞ്ഞില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരസ്യ പ്രസ്താവന പോലീസിന് ഗുണമായി ഭവിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസും CPM തമ്മിൽ ധാരണയിലാണ് നീങ്ങിയതെന്ന വാർത്തകൾ പുറത്തുവന്നു. കന്റോൺമെന്റിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് CPMന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്. തമ്പാനൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. സർക്കാർ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചതോടെയാണ് EDക്കെതിരായ ആക്രമണം കണ്ട് പോലീസ് മാറി നിന്നത്. ശക്തിയായി പ്രതിരോധിച്ചിരുന്നെങ്കിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് ഇത്തരമൊരു അപമാനം ഉണ്ടാകുമായിരുന്നില്ല. അതിനുള്ള സാഹചര്യം സർക്കാർ തന്നെ ഒരുക്കിയില്ലെന്ന് പറയുന്നതാവും ശരി. പറ്റുമെങ്കിൽ CPMന് ഒരു പണി ഇരിക്കട്ടെ എന്ന് സർക്കാർ കരുതി കാണും. നിരാലംബരായ കുറെ സാധാരണ CPM പ്രവർത്തകർ കേസിൽ പ്രതിയായതോടെയാണ് ആക്രമണ ഗൂഢാലോചനയിലേക്ക് തിരിയാൻ EDയെ പ്രേരിപ്പിച്ചത്. പിടിയിലായ പലരും സാധാരണ കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. ചിലർക്ക് നിത്യവൃത്തിക്ക് തന്നെ വകയില്ല. അവരിൽ പലരും പാർട്ടി പറഞ്ഞിട്ടാണ് ED ആക്രമിച്ചതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശാനുസരണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ED ശേഖരിച്ചു. ഏതെല്ലാം നേതാക്കളുടെ നിർദ്ദേശാനുസരണമാണ് ആക്രമണം നടന്നതെന്ന വ്യക്തമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED മുന്നോട്ട് പോകുന്നത്. മൊഴിയിലുള്ള നേതാക്കളെല്ലാം ഏതായാലും പ്രതികളാവും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. പോലീസിന്റെ ഭാഗത്തു നിന്ന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് വിലയിരുത്തൽ. CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരാതി നൽകി നിയമ നടപടികൾ കടുപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ഥലത്ത് സംഘർഷമുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലത്ത് മതിയായ പോലീസിനെ വിന്യസിക്കുന്നതിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് വിമർശനം. ആൾക്കൂട്ടത്തിനിടയിലേക്ക് EDയുടെ വാഹനം കടത്തിവിട്ടതും സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബുധനാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തു. പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറിഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ED സംഘം 10 മിനിറ്റിലധികം പ്രകോപിതരായ ഈ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്നു. പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ സാധിച്ചില്ല. റെയ്ഡ് അവസാനിപ്പിച്ച് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും മുമ്പ് പോലീസ് വീടിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ED ഉദ്യോഗസ്ഥർ കാറിൽ കയറിയത് കണ്ടതോടെ കൂക്കിവിളികളുമായി കൂടുതൽ പ്രവർത്തകർ തടിച്ചുകൂടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും വീടിന് പുറത്തുണ്ടായിരുന്നു. ആദ്യം വാഹനം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകർ കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു. ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് പോയി ആൾക്കൂട്ടത്തിൽ കുടുങ്ങിയതോടെ 2 വശത്തെ ചില്ലുകളും കണ്ണാടികളും CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. വലിയ ഇഷ്ടികകൾ എറിഞ്ഞാണ് ചില്ലുകൾ തകർത്തത്. കാറിലുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തു. ബിനീഷ് കോടിയേരി ഉൾപ്പെടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇടപെടാതെ പിണറായിയുടെ വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. പുറത്ത് അക്രമം നടക്കുമ്പോൾ പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങി അവിടേക്ക് എത്തിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ED സംഘം തകർന്ന വാഹനങ്ങളിൽ നേരെ തമ്പാനൂർ സ്റ്റേഷനിലേക്കാണ് എത്തിയത്. 2 കാറുകളുടെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തിരുന്നു. കാറിലുണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ വല്ലാതെ പരിഭ്രാന്തരായാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കയറിയത്. തുടർന്ന് പരിക്കേറ്റ ഡ്രൈവറെ പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്രയും CPM നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആക്രമണം നടക്കുമെന്ന് കരുതിയില്ലെന്ന് CRPF ഉദ്യോഗസ്ഥർ പറഞ്ഞു. EDയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും അധിക സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖർ പറഞ്ഞു. റെയ്ഡ് വിവരം രാവിലെ അറിഞ്ഞപ്പോൾ പോലീസിനെ അയച്ചു. ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇടുങ്ങിയ വഴിയിൽ വെച്ച് പോലീസിനെ മറികടന്ന് ആൾക്കൂട്ടം EDയുടെ കാർ ആക്രമിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും റവാണ ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ ഗൗരവമായാണ് പരിഗണിച്ചത്. അതുകൊണ്ടുകൂടിയാണ് പിണറായിയുടെ വീടിന് മുന്നിലുണ്ടായിരുന്ന CPM നേതാക്കളെ കൂടി പ്രതി ചേർക്കാൻ തീരുമാനിച്ചത്. V ശിവൻകുട്ടിയും V ജോയിയും അടക്കം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് പിണറായിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്.
പ്രവർത്തകർ അതിരുവിട്ടപ്പോൾ നേതാക്കളിൽ പലരും നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം പോലെ ഇതിനും കൃത്യമായ തെളിവുള്ളതാണ് പ്രശ്നം. നാട്ടിലെ ചാനലുകളെല്ലാം ലൈവായി സംപ്രേഷണം ചെയ്തു. ഓരോരുത്തരും എങ്ങനെയാണ് ED കൈകാര്യം ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. രക്ഷാപ്രവർത്തനത്തിലും ദൃശ്യങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നു. അതിനാൽ ഇവ കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യം നിസ്തർക്കമാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ അതീവ രഹസ്യമായാണ് ED പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡിനെത്തിയത്. സംസ്ഥാന പോലീസിനെ വിവരം അറിയിക്കാതെ CRPFന്റെ സുരക്ഷയിലാണ് സംഘം രാവിലെ 6:30 ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലെത്തിയത്. ആരുടെ വീട്ടിലാണ് പരിശോധന എന്ന് CRPF ജവാന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല. പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള CRPF ജവാന്മാർ വീടിനുള്ളിൽ കടന്നപ്പോഴാണ് പിണറായി വിജയനെ കാണുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡ് എന്നതും അറിയുന്നത്. ED സംഘത്തിന് വേണ്ടിയാണ് വാഹനം വാടകയ്ക്ക് എടുക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞെങ്കിൽ പോകില്ലായിരുന്നുവെന്നും തകർന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞു. ഏതായാലും വരും ദിവസങ്ങൾ നിർണായകമാണ്. ബേക്കറിയിൽ നടന്നതിനൊക്കെ പിണറായിക്ക് മറുപടി പറയേണ്ടി വരും.